ആംഗുലാർ മൊമെന്റത്തിന് എൻ ടി ഒക്കെ എന്താണ് കുറച്ച് ഇഷ്ടമാണെന്ന് തോന്നുന്നത്. ആംഗുലാർ മൊമെന്റ് റിലേറ്റ് ചെയ്തിട്ട് എന്താണ് നല്ലോണം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കണ്ടിന്യൂഷൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഒരു അസേർഷൻ റീസൺ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണേ. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്, പ്ലാങ്ക് കോൺസ്റ്റന്റ് ആൻഡ് ആംഗുലാർ മൊമെന്റം ഹാവ് ദ സെയിം ഡയമെൻഷൻസ്. വല്ലടാ അല്ലേ? അതായത് ഈ ആംഗുലാർ മൊമെന്റത്തിന് എൻ ടി ഒക്കെ എന്താണ് കുറച്ച് ഇഷ്ടമാണെന്ന് തോന്നുന്നത്. ആംഗുലാർ മൊമെന്റ് റിലേറ്റ് ചെയ്തിട്ട് എന്താണ് നല്ലോണം ക്വസ്റ്റ്യൻ, ആംഗുലാർ മൊമെന്റിന്റെ ഡയമെൻഷൻ റിലേറ്റ് ചെയ്തിട്ട് നല്ലോണം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ പ്ലാങ്ക് കോൺസ്റ്റന്റ് ഹാവ് ആംഗുലാർ മൊമെന്റ് ഹാവ് ദ സെയിം ഡയമെൻഷൻ. ട്രൂ സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് എൽ ഈസ് ഈക്വൽ ടു എക്സ്പ്രഷൻ എൻ എച്ച് ഡിവൈഡ് ബൈ 2π ആണ് അല്ലേ? ആംഗുലാർ മൊമെന്റം ഈസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ബൈ 2π ആണ് അല്ലേ? ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ലീനിയർ മൊമെന്റം ആൻഡ് മൊമെന്റ് ഓഫ് ഫോഴ്സ് ഹാവ് ദ സെയിം ഡയമെൻഷൻ. അത് പൊട്ട തെറ്റാടാ. ലീനിയർ മൊമെന്റം എന്ന് വെച്ചാൽ മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ? ടോർക്ക് റൊട്ടേഷണൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ ടോർക്കാണ്, റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ്, അത് ആർ ക്രോസ് എഫ് ആണ്. അതിന്റെ ഇതിന്റെയോ ഡയമെൻഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലേ? മൊമെന്റ് ആണെങ്കിൽ എം എൽ ടി റൈസ് ടു -1 ആണ്, ടോർക്ക് ആണെങ്കിൽ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ആണ്. സോ നിങ്ങൾക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റൂ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് false. Okay, so next question, the speed of a wave produced in a water is given by v is equal to lambda raised to a, g raised to b, rho raised to c, where lambda, g, rho have are wavelength of the wave, acceleration due to gravity, density of water respectively. The value of a comma b and c respectively. ശ്രദ്ധിക്കുക, നമ്മളിത് ബോർഡ് എക്സാമിനൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വി is equal to നോക്കണേ, ലാംഡ റൈസ് ടു എ, ജി റൈസ് ടു ബി, റോ റൈസ് ടു സി ആണ്. നമ്മൾ ഓരോന്ന് ഓപ്ഷൻ വെച്ച് നോക്കുക, ശരിയാവോ ഇല്ലയോ അല്ലേ? ശരിയാവോ ഇല്ലയോ നമ്മൾ എന്താക്കുക, ഓരോരോ ഓപ്ഷൻ വെച്ച് ചെയ്തു നോക്കാം അല്ലേ? നോക്കണേ, ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1 ആണ്. ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് ആണ് അല്ലേ? ലാംഡ എന്ന് വെച്ചാൽ എന്താടാ? വേവ് ലെങ്ത്. പോയോ? ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത്. എന്ത് ലെങ്ത് ആയിക്കോട്ടെ, ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ അല്ല. അതിന്റെ പവർ എന്താ? എ ആണ് അല്ലേ? എന്റെ സ്ഥാനത്തെ 1 കൊടുത്തു നോക്കി. ജി എന്ന് വെച്ചാൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എൽ ടി റൈസ് ടു -2. അതിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു നോക്കി? -1. അപ്പോൾ ഇത് എൽ റൈസ് ടു -1 ആവും, ഇതെന്തായിട്ട് മാറും? പ്ലസ് ആവും അല്ലെ? ഇനി റോ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡെൻസിറ്റി ആണ്, മാസ് ബൈ വോളിയാണ്, എം എൽ റൈസ് ടു -3. അതിന്റെ പവർ എന്താ? അതിന്റെ പവർ ഫസ്റ്റ് ഓപ്ഷനിൽ 0 ആണ്, ആ സാധനം ഇല്ല, പോട്ടെ അല്ലേ? അപ്പൊ നോക്കി നോക്കി, ഇവിടെ എൽ ടി റൈസ് ടു -1 കിട്ടണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എൽ റൈസ് ടു 0 ടി സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? തെറ്റാന്ന് മനസ്സിലായി. ഇതേപോലെ നമ്മൾ സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോകും. സെക്കൻഡ് ഓപ്ഷൻ എഴുതുമ്പോൾ ആദ്യം വെലോസിറ്റി എൽ ടി റൈസ് ടു -1 എന്ന് എഴുതി. ഓക്കെ, ഇനി ലാംഡ വേവ് ലെങ്ത് ആണ്, എല്ലിന്ന് കൊടുത്ത് പവർ എത്രയാ? 1/2, എൽ റൈസ് ടു 1/2 അല്ലെ? ജീന്റെ കൊടുക്കേണ്ട, കാരണം അത് 0 ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അവിടെ ജീന്റെ ഇല്ല. ഇനി റോ എന്ന് വെച്ചാൽ എം എൽ റൈസ് ടു -3, പവർ എന്താ? സീന്റെ സ്ഥാനത്ത് 1/2. ഇതിനി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എമ്മും റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എം ഇല്ല, റൈറ്റ് ഹാൻഡ് സൈഡിൽ എം ഉണ്ട്. ഇതൊരിക്കലും എന്താവില്ല? ശരിയാവില്ല, അതവിടെ കളഞ്ഞു അല്ലേ? അതവിടെ കളഞ്ഞ് ഇനി എന്താക്കുക, നമ്മൾ മൂന്നാമത്തെ സിയിലോട്ടേക്ക് വരിക. നോക്കണേ, സിയിലോട്ടേക്ക് വരുമ്പോൾ എൽ ടി റൈസ് ടു -1 അല്ലേ? ലാംഡേന്റെ പവർ 1 ആണ്, എൽ റൈസ് ടു 1 എന്ന് കൊടുത്ത്. ജീന്റെ പവർ നോക്കണേ, എൽ ടി റൈസ് ടു -1 അതും 1 ആണ്, അത് കൊടുത്ത്. ജിക്കില്ല, റോക്കില്ല, ആ ടേം പോയി. അപ്പൊ എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്നാ കിട്ടുക. അതും എന്താണ്? തെറ്റാണ്. ഇത് 3 തെറ്റാന്ന് മനസ്സിലായി. അങ്ങനെ ഇത് ശരിയായിരിക്കും. നമുക്ക് ശരിയാണോ അല്ലയോ എന്ന് എന്താക്കാം, ഒന്ന് തെറ്റ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പൊ വി is equal to നോക്കണേ, ലാംഡ റൈസ് ടു എ, ജി റൈസ് ടു ബി, പിന്നെ എന്താണ് പറഞ്ഞേ? പിന്നെ പഠിച്ച റോ റൈസ് ടു സി ആണ് അല്ലേ? റോ റൈസ് ടു സി ആണ്. ഇവിടെ 1/2 0 തന്നിട്ട് ഞാൻ നോക്കി നോക്കട്ടെ ശരിയാവും. 1/2 0 തന്നിട്ട് വി എന്ന് പറയുമ്പോൾ എൽ ടി റൈസ് ടു -1, ലാംഡ എന്ന് പറയുമ്പോൾ എൽ റൈസ് ടു 1/2, ജി എന്ന് പറയുമ്പോൾ എൽ ടി റൈസ് ടു -2, പവർ എന്താ? 1/2. അവിടെ 0 ആകുമ്പോൾ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. സോ
LT raised to minus 1 is equal to L raised to 1 by 2, L raised to 1 by 2, T raised to minus 1. So LT raised to minus 1 എന്തായിട്ട് മാറും? L raised to 1 by 2, 1 by 2 L ആയിട്ട് മാറും. T raised to minus 1. So this is the correct answer. So option number D is the correct answer. ഒന്നും പേടിക്കാനില്ല, ധൈര്യത്തിൽ നിങ്ങൾക്ക് എന്ത് കൂട്ടാം? D എന്താക്കാം? ടിക്ക് ചെയ്യാം. ഓക്കെ, ധൈര്യത്തിൽ D നിങ്ങൾക്ക് എന്താക്കാം? ടിക്ക് ചെയ്യാം. അതെന്തായിരിക്കും? കറക്റ്റ് ആൻസർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് എന്തുണ്ട്? ഇത് നോക്കി നോക്കാം. ഇതൊരു വാണ്ടർ വാൾസ് ഇക്വേഷൻ പോലെ ഉണ്ട് അല്ലേ? ഇൻ ദ ഗിവൺ ഇക്വേഷൻ എക്സ് പ്ലസ് എ ബൈ വൈ സ്ക്വയർ വൈ മൈനസ് ബി is equal to RT. വാണ്ടർ വാൾസ് ഇക്വേഷൻ തന്നെയാണ്. എക്സ് ഈസ് പ്രഷർ, വൈ ഈസ് വോളിയം, ആർ ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ഈസ് ടെമ്പറേച്ചർ. വാണ്ടർ വാൾസ് ഇക്വേഷൻ വിട്ടിട്ട് NDAക്ക് ഒരു കളിയില്ല ഇല്ല, എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ. അപ്പം അതിനെപ്പറ്റി കറക്റ്റ് ധാരണ ഉണ്ടാണ് അല്ലേ? അതിന് ചോദ്യം വന്നാൽ അതിൻ്റെ മാർക്ക് കളയാൻ പാടില്ല. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇക്വാലൻ ടു എ ബൈ ബി അല്ലേ? ബി എന്ന ഇക്വേഷൻ, വൈ എന്ന് വെച്ചാൽ വോളിയാണ്, വൈ മൈനസ് ബി ഏതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ്. ബീൻ്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കണം? എൽ ക്യൂബിന് ഈക്വൽ ആയിരിക്കണം. എന്ന് വേണമെങ്കിൽ അല്ലേ, അതായത് ബീൻ്റെ ഡയമെൻഷൻ വൈക്ക് ഈക്വൽ ആയിരിക്കണം അല്ലേ? എക്സ് പ്ലസ് എ ബൈ വൈ സ്ക്വയർ ഏതാണെങ്കിൽ എക്സിൻ്റെ ഡയമെൻഷൻ ആർക്ക് ഈക്വൽ ആയിരിക്കണം? എ ബൈ വൈ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? എക്സ് ഇൻറ്റു വൈ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ബൈ ബി എന്ന് പറയുമ്പം എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബീൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? വൈ എന്ന് കൊടുക്കുക. ഇതും കട്ട് ചെയ്ത് പോയി അല്ലേ? എക്സ് എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്താണ്? പ്രഷറാണ്. സോ പ്രഷർ ഇൻറ്റു വൈ എന്ന് വെച്ചാൽ വോളിയാണ്, പി ഇൻറ്റു വി എന്ന് വെച്ചാൽ എനർജി. റിപ്പീറ്റഡ് സാധനമാണ്, നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? സിമ്പിൾ മാറ്റി ചോദിച്ചു. ഇങ്ങനെ വരേണ്ട ക്വസ്റ്റ്യൻ പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി is equal to RT എന്ന് വരേണ്ട ക്വസ്റ്റ്യൻ അവർ സിമ്പിൾ മാറ്റി ചോദിച്ചു. അത്രയും കൂടെ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും എന്താണ്? ഒരു മാച്ച് ദ ഫോളോയിങ് അല്ലേ? ആംഗുലാർ സ്പീഡ് എന്ന് വെച്ചാൽ എന്താ? ഒമേഗയാണ്. അതിൻ്റെ കണ്ടുപിടിക്കണം അല്ലേ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ആദ്യം തന്നെ ഞാൻ മാർക്ക് ചെയ്തൊക്കെ അറിയുന്ന ML² ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ധൈര്യത്തിൽ കൊടുത്ത്, കാരണം I is equal to mR² എന്നുള്ള ടേം എല്ലാ എക്സ്പ്രഷനിലും ഉണ്ടാവും അല്ലേ? അടുത്ത സ്പ്രിംഗ് കോൺസ്റ്റന്റ് F is equal to KX ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ K is equal to എന്തായിട്ട് മാറും? F by X ആണ്. എന്തായിട്ട് മാറും? അത് MT raised to -2 ആയിട്ട് മാറും അല്ലേ? ഇനി ആംഗുലാർ സ്പീഡ് എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? ഒമേഗയാണ്, T raised to -1. കാരണം എന്താ? ഒമേഗ is equal to 2π/T ആണ്. ഇനി ആംഗുലാർ മൊമെന്റ് നമ്മൾ റിപ്പീറ്റഡ് സാധനം ML² T raised to -1. അപ്പോൾ ഏതാ വരിക? A2 ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. B1 ആയിട്ട്, സോറി ബി ആരുമായിട്ടാടാ? B1 ആയിട്ടുള്ള എന്താണ്? ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ഓപ്ഷൻ നമ്പർ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ട്. വീണ്ടും അടുത്ത സെക്ഷനിൽ നമ്മൾ കാണും. ബ്രേക്ക് ആക്കി ഇടുന്നതാ, വേറൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ ചെറിയ ഞങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരേണ്ടിയിട്ട് എന്താക്കാണ്? ബ്രേക്ക് ആക്കി ഇടുകയാണ്. സോ അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. എന്താക്കാം? ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ.